വിഷു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത് കൈനീട്ടമാണ് അല്ലേ? എന്നാൽ ഈ കൈനീട്ടം നൽകുന്നതിനും വാങ്ങുന്നതിനും ജ്യോതിഷമായ ചില പ്രത്യേകതകളുണ്ട്. സാധാരണയായി കുടുംബത്തിലെ കാരണവന്മാരാണ് കൈനീട്ടം നൽകി തുടങ്ങേണ്ടത്. ജ്യോതിഷപ്രകാരം മുതിർന്നവർ കൈനീട്ടം നൽകുന്നത് വരും വർഷത്തേക്കുള്ള ഐശ്വര്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പ്രതീകമാണ്. ആദ്യം മാതാപിതാക്കളിൽ നിന്നും കാരണവരിൽ നിന്നും കൈനീട്ടം വാങ്ങാം. ഗുരുക്കന്മാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നത് വിദ്യയ്ക്കും ബുദ്ധിക്കും ഉണർവ് നൽകും. പലരും ചോദിക്കാറുള്ള സംശയമാണ്, തുല്യപ്രായമുള്ളവർക്ക് കൈനീട്ടം നൽകാമോ എന്നത്. തീർച്ചയായും നൽകാം. അത് സ്നേഹവും സമൃദ്ധിയും പങ്കുവയ്ക്കുന്നതിന് തുല്യമാണ്. ഓർക്കുക, കൈനീട്ടമായി കിട്ടുന്ന തുക എത്ര ചെറുതാണെങ്കിലും അത് ഭഗവാന്റെ പ്രസാദമായി കരുതി സൂക്ഷിച്ചാൽ ആ വർഷം മുഴുവൻ ധനലക്ഷ്മി കടാക്ഷം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഈ വിഷുക്കാലം നിങ്ങൾക്ക് ഐശ്വര്യപൂർണ്ണമാകട്ടെ. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.